ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്ലോബൽ സാഹചര്യങ്ങൾ കാര്യമായി ഇംപ്രൂവ് ആകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതോടെ ഇന്ന് മാർക്കറ്റ് മോശമല്ലാത്ത ഒരു പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതായിട്ട് കാണാം. ഇന്ത്യ US ട്രേഡ് ഡീലിൻ്റെ ആ ഒരു ഓപ്റ്റിമിസം അത് സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു മൊമെൻറ്റമാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. ഇതുകൂടാതെ US ചൈന ട്രേഡ് ഡീല് അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിൻ്റെ പ്രസ്താവനയും മൊത്തത്തിൽ ആ ഒരു ഗ്ലോബൽ ട്രേഡ് ടെൻഷൻ കുറച്ചുകൂടി ഡിക്ലൈൻ ആകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു പ്രതിഫലനം ഏഷ്യൻ മാർക്കറ്റിൽ മൊത്തത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തിളങ്ങി നിൽക്കുന്നത് കാണാം. ജപ്പാന്റെ നിക്കി 225 അതിൻ്റെ ഓൾ ടൈം ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 2.28% റാലിയാണ് അവിടെ നടന്നത്. അതുപോലെ കൊറിയയുടെ കോസ്പി അത് 2.5% റാലിയും നടക്കുകയുണ്ടായി. ചൈനീസ് ഇൻഡെക്സുകളായിട്ടുള്ള ഹാങ്സങ് അതുപോലെ ഷാങ്ഹായ് കോമ്പോസിറ്റും 1% കൂടുതൽ റാലി നടന്നു. അതുപോലെ തായ്വാൻ വെയ്റ്റഡ് ആവറേജും 1% കൂടുതൽ റാലി നടന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഗ്ലോബൽ ക്യൂസ് ഒക്കെ വളരെ പോസിറ്റീവായി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും നല്ലൊരു മൂവ് ഇന്ന് നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഇന്ന് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ PSU ബാങ്കിൽ 3% റാലി പിന്നെയും നടന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റായി മാറിയിരിക്കുകയാണ്. പുതിയൊരു മൂവിന് കാരണമായിട്ട് കാണാൻ കഴിയുന്നത് ചില റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ഗവൺമെന്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇനിയും കൂടുതലായിട്ട് ഇന്ത്യൻ ബാങ്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ലിമിറ്റ് വീണ്ടും ഉയർത്തിയതായിട്ട് റിപ്പോർട്ടുകൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റാലിയാണ് PSU ബാങ്കിൽ ഉണ്ടായിട്ടുള്ളത്. ഇതുകൂടാതെ നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സിലും നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിലും നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിലും 1% കൂടുതൽ റാലി ഇന്ന് നടക്കുകയുണ്ടായി. അതുകൂടാതെ നിഫ്റ്റിയുടെ മിഡ് സ്മോൾ ക്യാപ്പ് IT ടെലികോം കമ്പനികളിലും നല്ല റാലി ഇന്ന് നടന്നു. ഇപ്പോൾ നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്ത് 25,966 എന്നുള്ള ലെവലിലാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ഈ ഒരു റാലിയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഈ ഷോർട്ട് കവറിങ്ങുമായിട്ട് കോറിലേറ്റ് ആയിട്ടുള്ള ഒരു റാലിയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു റെസിസ്റ്റൻസ് ആണ് ആ 26,000 താഴെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് ത്രൂ ഔട്ട് ദ ഡേ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശക്തമായിട്ട് നിഫ്റ്റി ശ്രമിച്ചെങ്കിലും അത് സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റാലിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 25,940 26,000 ആ ലെവല് ശക്തമായ റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ അത് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുൾ ബാക്ക് റാലി നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. നാളെ പ്രത്യേകിച്ച് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ കൂടിയാണ്. എന്നാൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിരുന്നുവെങ്കിൽ 26,200 വരെ പോകാനുള്ള ഒരു സാധ്യതയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ഇപ്പോഴും 25,500 ആ ഒരു ലെവലിൽ ശക്തമായിട്ടുണ്ട്. എങ്കിലും ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 25,800 നിൽക്കുമെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ ഇന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് കാണാൻ കഴിയുന്നത് റൂപ്പി വാല്യൂ വീണ്ടും ഇടിഞ്ഞതായിട്ട് കാണാം. 88.24 എന്ന ലെവലിലാണ് ഇന്ന് റൂപ്പി ട്രേഡ് ചെയ്തത്. അപ്പോൾ ഇത് കഴിഞ്ഞ സെപ്റ്റംബർ 23 ശേഷമുള്ള ഏറ്റവും വലിയ ശക്തമായ വൺ ഡേ ഫോളാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇതുകൂടാതെ ഗോൾഡും സിൽവറും ഇന്ന് വീണ്ടും ഡൗൺ ആയതായിട്ട് കാണാം. അപ്പോൾ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ETFകൾ ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഏർലി ട്രേഡിംഗ് ഡേയിൽ ഒരു റീബൗണ്ട് അല്ലെങ്കിൽ ശക്തമായൊരു ബൈങ് സിൽവർ ETF-ലും ഗോൾഡ് ETF-ലും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറുന്ന ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഗോൾഡ് ETF-ഉം സിൽവർ ETF-ഉം വീണ്ടും ശക്തമായ പ്രോഫിറ്റ് സെല്ലിങ്ങിന് വിധേയമായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ടും കാണാം. ഇന്ന് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ആണ് FIS നടത്തിയതെന്ന് കാണാം. 55 കോടിയുടെ ഒരു സെല്ലിംഗ് മാത്രമാണത്. അപ്പോൾ അവർ വലിയ തോതിലുള്ള ഒരു സെല്ലിംഗ് മോഡിലായിരുന്നില്ല. ഇന്ന് DIS 2,500 കോടിയുടെ ഒരു ബൈങ് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ശക്തമായ റാലി നടന്ന ഒരു ഹെവി വെയിറ്റ് സ്റ്റോക്ക് റിലയൻസ് ആണ്. 2% റാലിയാണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും റിലയൻസിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 20 ലക്ഷം കോടി ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രീവിയസ് ട്രേഡിംഗ് ഡേയിൽ അത് 19.63 ലക്ഷം കോടിയായിരുന്നു. അവിടെ നിന്നാണ് ഈ രീതിയിലുള്ള ഒരു ജമ്പ് ഇന്നത്തെ ഒരു റാലി കാരണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിലയൻസ് റാലിക്ക് കാരണമായിട്ട് കാണാൻ കഴിയുന്നത് US-ലെ മെറ്റാ പ്ലാറ്റ്ഫോമുമായി ചേർന്നുകൊണ്ട് അവർ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ജോയിന്റ് വെഞ്ചർ ഡീൽ അതാണ് ഈ ഒരു റാലിക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ അവിടെ റിലയൻസിൻ്റെ ഇൻ്റലിജൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സബ്സിഡിയറി റിലയൻസ് എൻ്റർപ്രൈസ് ഇൻ്റലിജൻസ് ലിമിറ്റഡ് എന്ന പേരിൽ പുതിയൊരു കമ്പനി ഫോം ചെയ്തുകൊണ്ട് അവർ ഫേസ്ബുക്ക് ഓവർസീസ് ഇൻ്റർനാഷണലുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചറാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഫേസ്ബുക്ക് ഓവർസീസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് മെറ്റയുടെ ഒരു ഹോളി ഓൺഡ് സബ്സിഡിയറിയാണ്. അപ്പോൾ ഈ ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനിയിൽ റിലയൻസിന് 70% സ്റ്റേക്കും ഫേസ്ബുക്ക് ഓവർസീസിന് 30% സ്റ്റേക്കുമാണ് ഉണ്ടാവുക. ഇപ്പോൾ പ്രധാനമായിട്ടും AI റിലേറ്റഡ് ആയിട്ടുള്ള സർവീസാണ് ഈ കമ്പനി ഓഫർ ചെയ്യുക. ഒരു വർഷമായിട്ട് 11% ഒരു അപ്സൈഡ് മൂവാണ് റിലയൻസിൽ ഉണ്ടായിട്ടുള്ളത്. 2 വർഷത്തെ ഒരു ഗെയിൻ നോക്കുകയാണെങ്കിൽ 31% ഒരു ഗെയിൻ റിലയൻസിൽ ഉണ്ടായിട്ടുണ്ട്.
അതുകൂടാതെ റിലയൻസ് സ്റ്റോക്ക് വലിയ തോതിലുള്ള വോളറ്റിലിറ്റിക്ക് വിധേയമാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇപ്പോൾ അതിൻ്റെ ബീറ്റ വാല്യൂ കാണുന്നത് 1.2 എന്ന ലെവലിലാണ്. അപ്പോൾ ഒന്നിൽ താഴെയാണ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ഒരു ബീറ്റ വാല്യൂ. ഒന്നിൽ കൂടുതലായി എന്നൊന്നുകൂടി സൂചിപ്പിക്കുന്നത് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഈ സ്റ്റോക്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. റിലയൻസിൻ്റെ ഒരു RSI നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഓവർ ബോട്ടോ അല്ലെങ്കിൽ ഓവർ സോൾഡ് സോണിലോ അല്ല, ഒരു ന്യൂട്രൽ ലെവലാണ് കാണാൻ കഴിയുക. അപ്പോൾ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഇപ്പോഴും ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നതായിട്ട് കാണാം. മറ്റൊരു സ്റ്റോക്കിൽ നിന്ന് 4% ഒരു ജമ്പ് നടന്നത് കോഫോജിലാണ്. ഇതിൻ്റെ Q2 റിസൾട്ട് വന്നിരുന്നു. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രീറ്റ് എസ്റ്റിമേഷൻ ബീറ്റ് ചെയ്ത ഒരു റിസൾട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റി IT ഇൻഡെക്സിലെ ഏറ്റവും വലിയ ഗെയിനറായിട്ട് ഇന്ന് നമ്മൾ ഈ കോഫോജ് കാണാൻ കഴിയും. ഇതിൻ്റെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 376 കോടിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 212 കോടിയായിരുന്നു. അപ്പോൾ ഏകദേശം 77% ഒരു ഇയർ ഓൺ ഇയർ ജമ്പാണ് നെറ്റ് പ്രോഫിറ്റിലുണ്ടായിട്ടുള്ളത്. അതുപോലെ റവന്യൂ ഫ്രം ഓപ്പറേഷനും 32% ഒരു ജമ്പ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ഇന്റർനാഷണൽ ബ്രോക്കറേജ് ഹൗസുകളും ടാർഗറ്റ് ഉയർത്തുകയും ഇതിന് ബൈ റേറ്റിംഗ് കൊടുത്തതായിട്ട് കാണാം. ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി ഇതിന് 2030 എന്നുള്ള ഒരു ടാർഗറ്റ് കൊടുത്തുകൊണ്ട് ഓവർ വെയിറ്റ് എന്നുള്ള സ്റ്റാറ്റസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ JP മോർഗൻ ഇതിന് ഓവർ വെയിറ്റ് സ്റ്റാറ്റസ് കൊടുത്തുകൊണ്ട് 2500 എന്നുള്ള ഒരു പ്രൈസ് ടാർഗറ്റാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ നൊവാമ ഇതിന് ഒരു ബൈ കോൾ കൊടുത്തുകൊണ്ട് 2250 എന്നുള്ള ഒരു പ്രൈസ് ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പൊതുവെ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന IT സെഗ്മെൻറ്റിൽ ഇത്തരത്തിലുള്ള ശക്തമായ റിസൾട്ട് കൊണ്ടുവന്നിട്ടുള്ള കോഫോജ് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ റഡാറിൽ വന്നിരിക്കുകയാണ്. ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് നമ്മൾ കാണാൻ കഴിയുന്നത് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനാണ്. ഈ സ്റ്റോക്ക് നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിൽ ശക്തമായ റാലി നടന്ന ഒരു സ്റ്റോക്കായിരുന്നു. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 8% വർധനവും പ്രോഫിറ്റിൽ 19% വർധനവും ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടറിലും 5% ജമ്പും ക്വാർട്ടർ പ്രോഫിറ്റിൽ 1% കൂടുതലുള്ള ജമ്പുമാണ് കാണുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് കാണാൻ കഴിയുക. പക്ഷേ എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. കാരണം വലിയ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റാലി ഈ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാവാം ഇന്ന് ഈ സ്റ്റോക്ക് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇനി ഒരു ഏകദേശം 10% ഒരു റാലി നടന്ന ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അലിക്കോൺ കാസ്റ്റൽ ഓയിൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഓട്ടോ സെഗ്മെൻറ്റിലുള്ള അലൂമിനിയം കാസ്റ്റിംഗ്, സിലിണ്ടർ ഹെഡ്സ്, സപ്പോർട്ട് ബ്രാക്കറ്റ്സ്, ഇൻടേക്ക് മാനിഫോൾസ്, ക്രാങ്ക് ഷാഫ്റ്റ്, എൻജിൻ ബ്രാക്കറ്റ്സ് ഒക്കെ നിർമ്മിക്കുന്ന ഒരു ഓട്ടോ ആൻസിലറി കമ്പനിയാണ് ഈ അലിക്കോൺ. ഏകദേശം 18ഓളം രാജ്യങ്ങളിൽ ഇതിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ജപ്പാനിലെ ലാർജസ്റ്റ് അലോയ് വീൽ മാനുഫാക്ചറിങ് കമ്പനി ആയിട്ടുള്ള കാസ്റ്റ് അലോയുമായിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ഈ സ്റ്റോക്കിലുള്ളത്. എങ്കിലും ഇന്ത്യയിൽ തന്നെയാണ് ഇവരുടെ മേജറായിട്ടുള്ള മാർക്കറ്റ്. 77% ഇവരുടെ സെയിൽസ് റവന്യൂ ഇന്ത്യയിൽ നിന്നാണ്. എക്സ്പോർട്ട് റവന്യൂ 23%. ഓട്ടോ സെഗ്മെൻറ്റിലെ പല ലീഡിംഗ് കമ്പനികളുടെയും ഒരു സപ്ലയർ ആയിട്ട് ഇവർ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഓഡി, സുസുക്കി, ടാറ്റ, ടൊയോട്ട, ഹീറോ, ഹോണ്ട തുടങ്ങിയ കമ്പനികളുമായിട്ടാണ് ഇവരുടെ ടൈപ്പ്. ഇതുകൂടാതെ നോൺ ഓട്ടോ സെഗ്മെൻറ്റിലും ഇവരുടെ കമ്പോണൻസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ സാംസങ്, സീമെൻസ്, ബോഷ്, ഫിലിപ്സ് പോലെയുള്ള കമ്പനികളും ഇവരുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് ഇതിൻ്റെ ഓർഡർ ബുക്കാണ്. ഏകദേശം 9000 കോടിക്ക് മുകളിലുള്ള ഒരു ഓർഡർ ബുക്ക് ഈ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്ത് തീർക്കേണ്ടത് FY 29ലാണ്. അപ്പോൾ അവിടെ 4 വർഷത്തോളം സമയം ഇവരുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ഒരു 9000 കോടിയുടെ ഓർഡർ ബുക്ക് എന്ന് പറയുമ്പോൾ ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് പരിശോധിച്ചാൽ ഇതൊരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. 1578 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ കമ്പനിയാണ്. അപ്പോൾ ആ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇവരുടെ ഓർഡർ ബുക്ക്. ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 30% ഡൗൺ ആയിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് വളരെ വീക്കായിരുന്നു. പ്രോഫിറ്റ് വളരെയധികം ഡിക്ലൈൻ ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ മൊത്തത്തിലുള്ള പെർഫോമൻസ് നെഗറ്റീവായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ചാർട്ടുകളിൽ ഒരു ബിയറിഷ് സിഗ്നൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ വമ്പിച്ചൊരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണാൻ കഴിയുന്നത് അലൂമിനിയം മെറ്റൽ പ്രൈസിലുണ്ടായിട്ടുള്ള വർധനവായിരിക്കാം. ഏതായാലും ഒരു അൺയൂഷ്വൽ റാലി ഈ സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു 200 മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവാണ്. അതുകൊണ്ട് തന്നെ ആ മൂവ് തുടരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അവിടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 1103 എന്ന ലെവലിലാണ്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 1430 എന്ന ലെവലിലാണ്. എങ്കിലും ഇതൊരു ഫേക്ക് റാലി ആണെങ്കിൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് 890 എന്ന ലെവലിൽ നമ്മൾ എക്സിറ്റ് ആവേണ്ടതാണ്. എന്നാൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ Q2 റിസൾട്ട് പരിശോധിച്ചുകൊണ്ട് ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തുണ്ടായിട്ടുള്ള ആ ഒരു ബിസിനസ് പെർഫോമൻസ് എന്തെങ്കിലും വിധത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ലോങ് ടേം എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.